ശ്രീ ടി ജെ ശ്രീലാൽ, താങ്കൾക്ക് തുടരാം. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി, ഈ സണ്ണി ജോസഫിൻ്റെ പേരിലേക്ക് എത്തുന്നതിന് ഒരു ഘടകമായി മാറിയത്, അല്ലെങ്കിൽ പ്രധാന ഘടകമായി മാറിയത് സഭ ചെലുത്തിയ സമ്മർദ്ദമാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, വിലയിരുത്തലുകളുണ്ട്. നേതൃത്വം അത് തള്ളുന്നുണ്ടെങ്കിൽ കൂടി അതിൽ കൂടി താങ്കളുടെ വിലയിരുത്തൽ. നോക്കൂ, കത്തോലിക്ക സഭ പുതിയ KPCC അധ്യക്ഷനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ അവരുടെ കൂടി നിലപാട് അംഗീകരിക്കണം എന്ന ഉറച്ച ഒരു ആവശ്യം മുന്നോട്ട് വെച്ചെന്ന് കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതനുസരിച്ചുള്ള ചർച്ചകൾ മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കളുമായുള്ള ചർച്ചകൾ ഉണ്ടായതെന്നുള്ളതും വ്യക്തമാണ്. അങ്ങനെയാണ് ആന്റോ പേര് പുറത്തു വരുന്നത്. പക്ഷേ അതിനുശേഷം ഉണ്ടായ ചില ആലോചനകളിലാണ് പുതിയ പേര് വന്നിരിക്കുന്നത്, സണ്ണി ജോസഫിന്റെ പേരിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അത് വ്യക്തമായും കൃത്യമായും സ്ഥാനമൊഴിയുന്ന KPCC പ്രസിഡന്റ് നിർദ്ദേശപ്രകാരം തന്നെയാണ് അദ്ദേഹത്തിന്റെ കൂടി അദ്ദേഹത്തെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അദ്ദേഹം തന്നെ വളർത്തിക്കൊണ്ടുവന്ന ഈ സണ്ണി ജോസഫിനെ ഇപ്പോൾ KPCC പ്രസിഡന്റായി നിയമിച്ചിരിക്കുന്ന കാര്യത്തിൽ കൂടി വ്യക്തത ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് നേരത്തെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതുപോലെ ഇതൊരു അക്കോമഡേഷൻ തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അക്കാര്യത്തിൽ വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കും. അക്കോമഡേഷൻ സണ്ണി ജോസഫിനെ കൊണ്ടുവരുമ്പോൾ സ്ഥാനമൊഴിയുന്ന KPCC പ്രസിഡന്റ് നിർദ്ദേശപ്രകാരം സണ്ണി ജോസഫിനെ പുതിയ പ്രസിഡന്റായി കൊണ്ടുവരുന്നു. ഒപ്പം തന്നെ സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റിന് ഒരു അക്കോമഡേഷൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് AICCയിലെ സ്ഥിരം വർക്കിംഗ് കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവായി അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയും ചെയ്തു. അത് സാധാരണ നടക്കാവുന്ന കാര്യമല്ല എങ്കിലും K സുധാകരനാണ് ഒഴിയുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ K സുധാകരന്റെ നിലപാടും നിർബന്ധവും കൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു അക്കോമഡേഷൻ കൂടി ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന കാര്യം സംശയമില്ല. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗം, ഈഴവ വിഭാഗത്തു നിന്നുള്ള ഒരാൾ പ്രസിഡന്റ് ആകുമെന്നുള്ള നേരത്തെ ചില ചർച്ചകളും ആലോചനകളും ഒക്കെ ഉയർന്നിരുന്നു. അതുകൊണ്ട് അവരെ കൂടി അക്കോമഡേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി തന്നെയാണ് അടൂർ പ്രകാശിനെ UDF കൺവീനർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നീട് ചെറുപ്പക്കാരെ ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് 3 വർക്കിംഗ് പ്രസിഡന്റുമാരെ കൂടെ കൊണ്ടുവന്നു. അതിൽ പഴയ A ഗ്രൂപ്പിന്റെ അക്കോമഡേഷൻ വ്യക്തമായിട്ട് തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ഇപ്പോഴും പഴയ A ഗ്രൂപ്പിന്റെ ഭാഗമായി തന്നെ തുടരുന്ന നേതാക്കളാണ്. അവരെ കൂടി ഉൾപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ I ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന് അവർക്കൊപ്പം നിന്നിരുന്ന AP അനിൽകുമാർ, അദ്ദേഹം പിന്നാക്ക വിഭാഗത്തിൽ കൂടി വരുന്നു. അങ്ങനെ ഉള്ള ഒരു അക്കോമഡേഷൻ തീർച്ചയായും ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന സംശയമില്ല. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ K സുധാകരൻ മാറുമെന്ന കാര്യത്തിൽ ഉറപ്പായിരുന്നു. പക്ഷേ അന്ന് ഹൈക്കമാൻഡുമായി ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ശേഷം മാറാൻ തീരുമാനിച്ച് ഉറപ്പിച്ച് നാട്ടിലേക്ക് വന്ന K സുധാകരനാണ് പിന്നീട് ഈ വിഷയത്തിൽ കടുത്ത നിലപാടെടുത്ത് ഉറച്ചു നിൽക്കുന്ന കാര്യം നമ്മൾ കണ്ടത്. അത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിന് മറുപടി ആന്റണിയാണ് അടുത്ത KPCC പ്രസിഡന്റ് ആകാൻ പോകുന്നത് എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരം പുറത്തു വന്നപ്പോൾ, ശ്രീ ടി ജെ ശ്രീലാൽ, ഒരു കാര്യം കൂടി, സണ്ണി ജോസഫ് പ്രധാനപ്പെട്ട നേതാവാണ്, നല്ല സംഘാടകനാണ്, അതിലൊന്നും യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. പക്ഷേ കേരളം ദേശീയ തലത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളിലൊന്നാണ്. അവിടെ സണ്ണി ജോസഫാണോ അതോ അതിനേക്കാൾ മുതിർന്ന നേതാക്കളായിരുന്നു, കുറച്ചുകൂടി സംഘടനയെ ചലിപ്പിക്കാൻ കഴിയുന്ന നേതാക്കളായിരുന്നു എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പാർട്ടിയിൽ നിന്ന് ഒരുപക്ഷെ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഈ നിർണായക ഘട്ടത്തിൽ ഈ പേരിലേക്ക്, സണ്ണി ജോസഫിൻ്റെ പേരിലേക്ക് എത്തുന്നത് സ്വാഭാവികമായും പാർട്ടിയിൽ എന്ത് ചലനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? പ്രവർത്തകരെ, ഈ ഹൈക്കമാൻഡ് ഉൾക്കൊള്ളുന്ന അതേ വികാരം അതേപടി പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ പാർട്ടിക്ക് കഴിയുമോ?